സാജനും പ്രിയംവദയും ഒളിച്ചോടാൻ തീരുമാനിക്കുന്ന രാത്രിയിലാണ് പ്രിയംവദയ്ക്ക് തന്റെ ചേച്ചിയുടെ ഭർത്താവായ രാജേന്ദ്രനെ കൊല്ലേണ്ടി വരുന്നത്. അങ്ങനെ കൊലപാതക കുറ്റത്തിനായി പ്രിയ ജയിലിൽ പോകുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം സാജന് ലോനപ്പന്റെ മകളുമായുള്ള മനസ്സമ്മതം നടത്തേണ്ടി വരുന്നു. എന്നാൽ തൃശൂരിൽ അസിസ്റ്റന്റ് കളക്ടറായി സ്ഥാനമേൽക്കുന്ന സാജൻ ലോനപ്പന്റെ മകളുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. ആ പേരിൽ സാജന് തന്റെ വീട് നഷ്ടപ്പെടുന്നുവെങ്കിലും സാജൻ ഇപ്പോൾ ഹാപ്പിയാണ്. ജയിലിൽ പ്രിയയെ കാണുവാനായി പോകുന്ന സാജനിൽ നിന്ന് പ്രിയ ഒഴിഞ്ഞു മാറുന്നുവെങ്കിലും സാജൻ ഇപ്പോഴും കാത്തിരിപ്പ് തുടരുന്നു. 9 വർഷം കഴിഞ്ഞ് പ്രിയ ശിക്ഷ തീർത്ത് തിരിച്ചു വരുന്നതിനായി അയാൾ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി സിനിമയ്ക്കപ്പുറം വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. സാജൻ ഇപ്പോൾ തൃശൂർ ജില്ലാ കളക്ടറാണ്. സത്യസന്ധനും കർക്കശക്കാരനുമായ ഒരു കളക്ടർ. സാജനും അപ്പച്ചനും അമ്മച്ചിയും അമ്മാമ്മയും ഒക്കെയായി സാജൻ സന്തോഷമായാണ് ജീവിക്കുന്നത്. അമ്മാമ്മയ്ക്ക് ഈയിടെയായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളുണ്ട്. എങ്കിലും അമ്മാമ്മ സന്തോഷവതി തന്നെയാണ്. പ്രിയയുടെ ചേച്ചിക്കും ചേച്ചിയുടെ മകൾക്കും പ്രിയയുടെ അമ്മയ്ക്കും താമസിക്കുവാനായി സാജൻ ടൗണിൽ തന്നെ ഒരു നല്ല വീട് ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. ഒപ്പം ചേച്ചിക്ക് സാമാന്യം ഭേദപ്പെട്ടൊരു ജോലിയും ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സുകാരിയാണ്. രാജേന്ദ്രന്റെ മരണശേഷം രാജേന്ദ്രന്റെ അമ്മ അവരുടെ മകളുടെ കൂടെയാണ് താമസം. ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ രാജേന്ദ്രനും രാജേന്ദ്രന്റെ അമ്മയും കൂടെ ഇല്ലാത്തതിനാൽ നല്ല സമാധാനം അനുഭവിക്കുന്നുണ്ട്. സാജൻ ഇപ്പോൾ പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസത്തിനായി കാത്തിരിപ്പാണ്. ഇന്ന് പ്രിയ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന ദിവസമാണ്. അവളെ കാത്ത് ജയിലിന്റെ മുന്നിൽ സാജനും ചേച്ചിയും അവളുടെ അമ്മയും എല്ലാം കാത്തു നിൽപ്പുണ്ട്. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന പ്രിയ രൂപം കൊണ്ടിപ്പോൾ കുറെ മാറിയിട്ടുണ്ട്. ചെറിയ ക്ഷീണമൊക്കെ മുഖത്തുണ്ട്. അവൾ സാജനോടും ചേച്ചിയോടുമെല്ലാം മിണ്ടാൻ വിസമ്മതിക്കുന്നു. ചേച്ചിയോട് സ്നേഹത്തോടെ പെരുമാറുന്നുവെങ്കിലും അവർക്കൊപ്പം പോകാൻ മടിക്കുന്ന പ്രിയയെ നിർബന്ധിച്ചാണ് ചേച്ചി കൂടെ കൊണ്ടുപോകുന്നത്. പ്രിയ തന്നെ അവഗണിക്കുന്നത് കണ്ട് സാജന് ഏറെ വിഷമം തോന്നുന്നു. സത്യത്തിൽ പ്രിയയ്ക്ക് സാജനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല പ്രിയ അയാളെ അവഗണിക്കുന്നത്. ഒരു കൊലയാളിയായ തന്നെ സാജനെ പോലൊരു കളക്ടർ വിവാഹം കഴിച്ചാൽ സമൂഹം അതിനെ അംഗീകരിക്കില്ലെന്നും അത്തരമൊരു IAS ഉദ്യോഗസ്ഥന്റെ ഭാര്യയാകാൻ തനിക്ക് അർഹതയില്ലെന്നും ഒക്കെയുള്ള തോന്നലാണ് പ്രിയയെ ഇങ്ങനെ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ സാജൻ അവളെ കൈയൊഴിയാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. ചേച്ചിക്കൊപ്പം തിരികെ വീട്ടിലെത്തിയ പ്രിയ ഒരിക്കലും പഴയ പ്രിയംവദ ആയിരുന്നില്ല. അവൾ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി ആരോടും അധികം സംസാരിക്കാതെ രാത്രികളിൽ ഉറങ്ങാതെയൊക്കെ എപ്പോഴും ജനലരികിൽ ഇരിക്കും. അവളെ കാണാൻ ശ്രമിക്കുന്ന സാജനിൽ നിന്നവൾ പരമാവധി അകന്നു. എങ്കിലും സാജൻ ഇപ്പോഴും പഴയ സാജൻ തന്നെയാണ്. സാജൻ എന്നും പ്രിയയുടെ വീട്ടിലെത്തും. അവളെ നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ചേച്ചിയോട് അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മടങ്ങും. 1-2 തവണ സാജന്റെ അച്ഛനും അമ്മയും പ്രിയയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും പ്രിയ അവരോട് കൂടുതൽ മിണ്ടാൻ തയ്യാറായില്ല. ഒരു ദിവസം പ്രിയയെ കാണുവാനായി സാജന്റെ അമ്മാമ്മ വന്നു. അന്ന് അമ്മാമ്മ പ്രിയയുടെ കൈ പിടിച്ചു പറഞ്ഞത്, "നീ അവനെ ഇനിയും ശിക്ഷിക്കരുത് മോളെ, അവൻ ജീവിച്ചത് മുഴുവൻ നിന്നെ കാത്താണ്" എന്നാണ്. ആ വാക്കുകൾ പ്രിയയുടെ ഹൃദയത്തിൽ എന്തോ ഒരു വേദനയുണ്ടാക്കി. എന്നാൽ അന്നത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് പിറ്റേ ദിവസമാണ് സാജന്റെ അമ്മാമ്മ മരണപ്പെടുന്നത്. അത് പ്രിയയ്ക്ക് വല്ലാത്ത ആഘാതമുണ്ടാക്കി. പ്രിയയുടെ ഉള്ളിൽ അമ്മാമ്മയുടെ അവസാനത്തെ ആ ആഗ്രഹം ഒരു കുറ്റബോധം പോലെ നിറഞ്ഞു. അതിനുശേഷം പ്രിയ പതിയെ അല്പമായി മാറാൻ തുടങ്ങി. അവൾ ചേച്ചിയുടെ മകളെ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് നാട്ടിലെ 2-3 കുട്ടികളും അവൾക്കരികിലേക്ക് ട്യൂഷന് വരാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾക്കിടയിൽ നിൽക്കുമ്പോൾ മാത്രം പ്രിയ പഴയ പോലെ ചിരിക്കും. ഈയിടെയായി സാജനെ കണ്ടാൽ ചെറിയ പരിചയമൊക്കെ കാണിക്കാൻ പ്രിയ മടിക്കാറില്ല. ഇത് കണ്ട സാജന് ഒരു കാര്യം മനസ്സിലായി. അവൾക്ക് ജീവിക്കാൻ വീണ്ടും ഒരു കാരണം വേണമെന്ന്. എന്നാൽ സാജന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഈ ബന്ധത്തിന്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൻ രൂക്ഷമായി തന്നെ അവർക്ക് മറുപടി നൽകി. മേലിൽ തന്നെ നിയന്ത്രിക്കാൻ വന്നേക്കരുത് എന്നായിരുന്നു ആ മറുപടി. അതേസമയം സാജനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടി തുടങ്ങി. ഒരു ഓപ്പോസിഷൻ നേതാവ് വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു, കൊലക്കേസ് പ്രതിയുമായി ബന്ധമുള്ള ജില്ലാ കളക്ടർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന്. ആ
നേതാവ് ലോനപ്പന്റെ സുഹൃത്തായിരുന്നു. മാധ്യമങ്ങൾ വാർത്ത വലിയ വിഷയമാക്കി. കളക്ടറും കൊലക്കേസ് പ്രതിയും തമ്മിലുള്ള പഴയ പ്രണയത്തെക്കുറിച്ച് ഗോസിപ്പ് വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചപ്പോൾ താൻ കാരണം സാജന്റെ ഭാവി പോകുമെന്ന് ഭയപ്പെട്ട പ്രിയ ലോകത്തിൽ നിന്ന് മൊത്തമായി ഉൾവലിയാൻ ആഗ്രഹിച്ചു. അന്ന് രാത്രി അവൾ ഒരു കത്തെഴുതി വെച്ച് വീട്ടിൽ നിന്ന് പോകാൻ ശ്രമിച്ചു. പക്ഷേ അവൾ വീട് വിട്ടുപോയ കാര്യം അറിഞ്ഞ ചേച്ചി ഉടൻ തന്നെ സാജനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് സാജൻ അവളെ കണ്ടെത്തുന്നു. മഴ പെയ്യുന്ന രാത്രി. ഒരുപാട് നിമിഷങ്ങൾ അവർ ഒന്നും സംസാരിച്ചില്ല. അവസാനം പ്രിയ വേദനയോടെ പറഞ്ഞു, ഞാൻ നിന്നെ നശിപ്പിക്കുകയാണ് സാജ. അന്ന് സാജൻ ആദ്യമായി അവളോട് ദേഷ്യപ്പെട്ടു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെയും നിന്റെയും ജീവിതം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട് എന്നാണ് സാജൻ അപ്പോൾ മറുപടി പറഞ്ഞത്. അത് കേട്ട് പ്രിയ കരഞ്ഞു. 9 വർഷമായി അടക്കി വെച്ച എല്ലാ വേദനയും ആ മഴയിൽ അവരിലൂടെ പുറത്തു വന്നു. സാജൻ പ്രിയയോട് ചോദിച്ചു, ഇനിയെങ്കിലും എൻ്റെ കൂടെ വരുമോ എന്ന്. ഈ തവണ പ്രിയ മിണ്ടാതിരുന്നില്ല. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചോദിച്ചു, ഇത്ര വർഷം കഴിഞ്ഞിട്ടും എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന്. സാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാത്തിരിക്കാൻ 9 വർഷം പറ്റിയെങ്കിൽ ഒപ്പം ജീവിക്കാൻ ഒരു ജന്മം മുഴുവൻ പറ്റുമെന്ന്. അതിനുശേഷം സാജൻ ഒരു തീരുമാനമെടുത്തു. പ്രിയയെ മറച്ചുവെച്ച് ജീവിക്കാതെ എല്ലാവരുടെയും മുന്നിൽ ചേർത്തു നിർത്താൻ. അങ്ങനെ പിറ്റേ ദിവസത്തെ ഒരു പൊതുപരിപാടിയിൽ ഓർഫനേജിന്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാജൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പ്രിയയെ പറ്റി സംസാരിക്കുന്നു. സാജൻ മൈക്കെടുത്തു പറയുന്നു, നിയമം അവൾക്ക് ശിക്ഷ നൽകി കഴിഞ്ഞു. പക്ഷേ സമൂഹം ഇന്നും ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാളെ ജീവിതം മുഴുവൻ കുറ്റവാളിയാക്കി നിർത്തുന്നത് നീതിയല്ല എന്ന്. അതിനുശേഷം പ്രിയയും താനും വിവാഹം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചും സാജൻ പറഞ്ഞു. അപ്പോൾ സദസ്സിന് മുൻപിലെ ആൾക്കൂട്ടത്തിൽ പ്രിയയും അവളുടെ അമ്മയും ചേച്ചിയും സാജന്റെ വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. സാജൻ തന്നെ പ്രിയയെ ചേർത്ത് പിടിച്ചതോടെ സാജൻ ഇനി ഒരു പ്രതിസന്ധിയെയും ഭയക്കില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കളുടെ മിണ്ടാട്ടവും ഇല്ലാണ്ടായി. ലോനപ്പന്റെയും. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാജന് പ്രൊമോഷൻ ലഭിക്കുന്നു. തിരുവനന്തപുരം പോസ്റ്റിംഗ്. തിരുവനന്തപുരം നഗരത്തിൽ ഒരു ചെറിയ വീട്ടിൽ രാവിലെ അടുക്കളയിൽ സാജന്റെ അമ്മ ചായ ഉണ്ടാക്കുന്നു. സാജന്റെ അച്ഛൻ ഉമ്മറത്തിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നു. സാജൻ ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് കാണാം. പ്രിയംവദ ഫൗണ്ടേഷൻ, ജയിൽ മോചിതരായ സ്ത്രീകൾക്കായുള്ള പുനരധിവാസ കേന്ദ്രം. അകത്ത് ചുമരിൽ അമ്മാമ്മയുടെ ഫോട്ടോ കാണാം. ജോലിക്കിറങ്ങുന്ന സാജൻ പ്രിയയെ നോക്കി ചിരിക്കുന്നു. ഈ തവണ പ്രിയയും തിരിച്ചു ചിരിക്കുന്നു. ശുഭം.